നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ മാത്രമല്ല തമിഴ് സിനിമാ ലോകത്തും പ്രിയ താര ജോഡികൾ തന്നെയാണ് എപ്പോഴും അജിത് കുമാറും ശാലിനിയും. ഒട്ടുമിക്ക കമിതാക്കളും മാതൃകയാക്കുന്നതും ഇവരുടെ ഒരു ദാമ്പത്യം തന്നെയാണ്. 24 വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് താരങ്ങളുടേത്. വിവാഹത്തിന് ശേഷവും എങ്ങനെ പ്രണയത്തിൽ തുടരാം എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അജിത് ശാലിനി ജോഡി എന്ന് പറയുന്നത്. രണ്ടുപേരും സ്വകാര്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ അജിത് ശാലിനി കുടുംബത്തിൽ നിന്നും വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. റേസിംഗ് മത്സരത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടന്ന പരിശീലനത്തിനിടെ നടൻ അജിത് കുമാറിന്റെ കാർ വലിയൊരു അപകടത്തിൽപ്പെടുകയായിരുന്നു. ദുബായിലാണ് സംഭവം. നടൻ അത്ഭുതകരമായി തന്നെ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. പരിശീലന ട്രാക്കിലായിരുന്നു അപകടം. വരുന്ന റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ താരം പങ്കെടുക്കുന്നുമുണ്ട്. ട്രാക്കിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു തകരുകയായിരുന്നു. അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ദുബായിലേക്ക് പോകും മുൻപ് കുടുംബത്തിന് യാത്ര പറയുന്ന അജിത്തിന്റെ വീഡിയോ വൈറലായിരുന്നു. ഭാര്യ ശാലിനിക്കും മകനും സ്നേഹചുംബനം നൽകിയാണ് താരം ദുബായിലേക്ക് പറഞ്ഞത്. കാർ ബൈക്ക് റേസിംഗ് പാഷനായ തെന്നിന്ത്യൻ താരം തന്നെയാണ് അജിത് കുമാർ. മിഷലിൻ 24H സീരീസിലാണ് താരം പങ്കെടുക്കുന്നത്. 20ാം പതിപ്പിലാണ് അജിത് കുമാർ പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ടീമിനും നടൻ രൂപം നൽകിയിരുന്നു. അപകട വിവരം പുറത്തു വന്നത് മുതൽ അജിത്തിന്റെ ആരാധകർ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വളരെയധികം ആശങ്കയിൽ തന്നെയാണ്. ജനുവരി 11 മുതൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടിയുള്ള പരിശീലനത്തിലായിരുന്നു അജിത്ത്. പരിശീലനത്തിനിടെ അദ്ദേഹത്തിന്റെ കാറ് മതിലിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ച വാഹനം പലതവണ തലകുത്തി മറിഞ്ഞു. വാഹനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അജിത്ത് ഇന്ന് പരിശീലനം പുനരാരംഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മാനേജർ സുരേഷ് ചന്ദ്ര അറിയിച്ചു. അപകടത്തിൽ അജിത്ത് സുരക്ഷിതനാണെന്നും അപകടത്തിന് പിന്നാലെ അദ്ദേഹം വൈദ്യപരിശോധനയ്ക്ക് വിധേയനായെന്നും മാനേജർ കൂട്ടിച്ചേർത്തു. അപകടത്തിൽ നിന്നും താരം സുരക്ഷിതനാണെന്നും പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും അറിയിക്കുകയായിരുന്നു. ദുബായ് 24H റേസിൽ അജിത് കുമാറും സംഘവും പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്നത്. 2025 നടക്കാനിരിക്കുന്ന നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലും അവർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അജിത്തിന്റെ പുതിയ ചിത്രമായ വിടാമുയർച്ചയുടെ റിലീസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ജനുവരി 10 ചിത്രം റിലീസ് ചെയ്യും എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അദ്ദേഹം നായകനായ മറ്റൊരു ചിത്രമായ ഗുഡ് ബാഡ് അംഗ്ലി ഏപ്രിൽ 10 റിലീസ് ചെയ്യുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.